മീറ്റിൽ കയറിയ ശേഷം നമ്മൾ പഠിപ്പിക്കുമ്പോൾ അത്യാവശ്യം വേണ്ട സമയത്ത് എഴുതി പഠിപ്പിക്കുന്നതിനായിട്ട് ഇവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വൈറ്റ് ബോർഡ് ഉണ്ട്. ഈ വൈറ്റ് ബോർഡ് ഓപ്പൺ ചെയ്യുക. ഒരു പുതിയ വൈറ്റ് ബോർഡ് എടുക്കുക. ഇനി ഈ വൈറ്റ് ബോർഡ് ഇപ്പോൾ എടുത്ത് ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. അതായത് ഇത് ജാംബോർഡാണ് വൈറ്റ് ബോർഡ് എന്ന് പറയുന്നത്. ഇത് ഓപ്പൺ ചെയ്തിട്ടു. ഇനി നമുക്ക് ഇവിടെ മീറ്റിലോട്ട് വരാം. വന്നതിന് ശേഷം ഇവിടെ ഷെയർ ഓപ്ഷൻ എടുക്കുക. സ്റ്റാർട്ട് എ വിൻഡോ എടുക്കുക. ആ വിൻഡോയിൽ വൈറ്റ് ബോർഡ് സെലക്ട് ചെയ്യുക. ഷെയർ ചെയ്യുക. ഇപ്പോൾ വൈറ്റ് ബോർഡ് ഷെയറിംഗ് ആണ്. ഇപ്പോൾ ഈ വൈറ്റ് ബോർഡ് ഷെയറിംഗ് ആണ്. ഇവിടെ പെൻ ഉപയോഗിച്ച് നമുക്ക് എഴുതി പഠിപ്പിക്കാൻ സാധിക്കുന്നു. ഇത് എഴുതി പഠിപ്പിക്കുന്നതിന് അനുയോജ്യമായ റൈറ്റിംഗ് പാഡ് കൂടി വാങ്ങിച്ചിരുന്നാൽ നമുക്ക് കൈകൊണ്ട് തന്നെ എഴുതുന്നത് ഇതിനകത്ത് കറക്റ്റിന് എഴുതാൻ സാധിക്കും. ഇനി ഇതിനകത്ത് ഇമേജ് കൊണ്ടുവരാം. നമ്മുടെ മൊബൈൽ ക്യാമറയിലോ അപ്ലോഡ് ചെയ്തോ ഇമേജ് ഇതിനകത്ത് കൊണ്ടുവരാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഇമേജ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാം. ടൈപ്പ് ചെയ്യുകയോ പെൻ ടൂൾ ഉപയോഗിച്ച് എഴുതുകയോ ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റി ഇഷ്ടമുള്ള കളറിലോട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബ്ലാക്ക് ബോർഡോ വൈറ്റ് ബോർഡോ ഗ്രീൻ ബോർഡോ ഇതേപോലെ ഈ രീതിയിലോ നമുക്ക് മാറ്റാം. ഇത് ഷെയർ ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഇവിടെ ഗൂഗിൾ മീറ്റിനകത്ത് കുട്ടിക്ക് ഇത് കാണാൻ സാധിക്കുന്നു. അതായത് കുട്ടി ഇപ്പോൾ എൻ്റെ 2 സ്ക്രീനുണ്ട്. ഇപ്പോൾ ഈ സ്ക്രീനാണ് എന്ന് പറയുന്നത് എൻ്റെ സ്ക്രീനും വീഡിയോ സ്ക്രീനും ഇത് ജാംബോർഡിൻ്റെ സ്ക്രീനും ഇത് ജാംബോർഡിൻ്റെ സ്ക്രീൻ. ഓക്കെ, ഇത് കുട്ടികൾക്ക് ഈ രീതിയിൽ ജാംബോർഡ് ഗൂഗിൾ മീറ്റ് സമയത്ത് ഉപയോഗപ്രദമാക്കാവുന്നതാണ്. ക്ലിയർ ഫ്രെയിം കൊടുക്കാം. അതേപോലെ ഇവിടെ ഷേപ്സ് വരയ്ക്കാവുന്നതാണ്. സ്റ്റിക്കി നോട്ട് എഴുതാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെ സ്റ്റിക്കി നോട്ട് എഴുതി വയ്ക്കാം. ചിത്രം കൊണ്ടുവരാം. ഷേപ്സ് വരയ്ക്കാം. റൈറ്റിംഗ് പാഡ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ എഴുതാം. അല്ലെങ്കിൽ മൗസ് ഉപയോഗിച്ച് തന്നെ എഴുതുകയോ വരയ്ക്കുകയോ ചെയ്ത് കാണിച്ച് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. വൈറ്റ് ബോർഡ് അഥവാ ജാംബോർഡ് പ്രസൻറ്റ് ചെയ്ത് ന്യൂ വിൻഡോ എടുത്ത് അതിനകത്ത് പ്രസൻറ്റ് ചെയ്ത് എഴുതിയും വരച്ചും പഠിപ്പിക്കാൻ സാധിക്കും. മൊബൈലിൽ കൂടിയാണ് ഗൂഗിൾ മീറ്റ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ ജാംബോർഡിനേക്കാളും ഉചിതം വൈറ്റ് ബോർഡാണ്. വൈറ്റ് ബോർഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോ അതും കൂടി കാണിക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നും ജാംബോർഡ് എന്ന ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇത് കമ്പ്യൂട്ടറിലാണെങ്കിൽ ഗൂഗിൾ മീറ്റിൽ കൂടി ജാംബോർഡ് അഥവാ വൈറ്റ് ബോർഡ് നമുക്ക് പ്രയോജനപ്പെടുത്താം. മൊബൈലിൽ കൂടിയാണെങ്കിൽ ജാംബോർഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ മൊബൈലിലെടുക്കുക. ഗൂഗിൾ മീറ്റ് സമയത്ത് ഷെയർ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഈ ജാംബോർഡ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഈ പ്ലസ് ചിഹ്നത്തിൽ പ്രസ് ചെയ്യുമ്പോൾ ഒരു പുതിയ ബോർഡ് നമുക്ക് ലഭിക്കും. ഈ ബോർഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇവിടെ മിനിമൈസ് ചെയ്തിട്ട ശേഷം ഗൂഗിൾ മീറ്റിൽ കയറുക. ഇങ്ങനെ ഗൂഗിൾ മീറ്റ് സമയത്ത്
നമുക്ക് ആവശ്യമായ സമയത്ത് മിനിമൈസ് ചെയ്തിട്ടിരിക്കുന്ന വൈറ്റ് ബോർഡ് അഥവാ ജാംബോർഡ് ഷെയർ ചെയ്യുക. ഷെയർ ഓപ്ഷൻ കൊടുക്കുക. മിനിമൈസ് ചെയ്തിട്ടിരിക്കുന്ന ജാംബോർഡ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഈ ജാംബോർഡ് ഗൂഗിൾ മീറ്റിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് കാണാൻ കഴിയുന്നതാണ്. നമുക്ക് ഇവിടെ ആവശ്യമായ കാര്യങ്ങൾ എഴുതി പഠിപ്പിക്കാം. ഗണിതം പഠിപ്പിക്കാൻ വളരെ ഉത്തമമാണ്. ഇവിടെ പെൻസിൽ ടൂൾ എടുക്കുക. ഇതുപോലെ സംഖ്യകൾ എഴുതി പഠിപ്പിക്കാം. ഇറേസർ എടുത്ത് അത് മായ്ക്കാം, ഡിലീറ്റ് ചെയ്യാം. ഇനി ഇത് റൈസർ ടൂളാണ്. ഇതുപയോഗിച്ച് അണ്ടർലൈൻ ചെയ്യാനോ സംഖ്യകൾ റൗണ്ട് ചെയ്ത് സ്പെസിഫിക്കായിട്ട് എടുത്ത് പറഞ്ഞ് പഠിപ്പിക്കേണ്ട സന്ദർഭങ്ങളിൽ ഈ റൈസർ ടൂൾ ഉപയോഗിക്കാം. ഈ പ്ലസ് ചിഹ്നം ക്ലിക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ഓപ്ഷൻ കിട്ടും. ഇത് സ്റ്റിക്കി നോട്ടാണ്. ഇവിടെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് സ്റ്റിക്കി നോട്ടായിട്ട് ബോർഡിൽ വയ്ക്കാൻ സാധിക്കും. ഇതേപോലെ കൊണ്ടുവന്ന് നമുക്ക് ബോർഡിൽ വയ്ക്കാം. കുട്ടികൾക്ക് ഇത് കാണാനും സാധിക്കും. ബാക്കി ഇറേസ് ചെയ്യേണ്ടവ ഇറേസ് ചെയ്യാം. ഇവിടെ സ്ക്വയറോ ട്രയാങ്കിളോ ഷേപ്പുകൾ വരയ്ക്കാം. ക്യാമറ കൊണ്ടുവരാം, ഡ്രൈവിൽ നിന്നും കൊണ്ടുവരാം. ഇതേപോലെ ക്യാമറയിൽ നിന്നും ഫോട്ടോസ് ഇവിടെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇറേസർ ടൂൾ പരിചയപ്പെട്ടു, പെൻ പരിചയപ്പെട്ടു, റൈസിംഗ് ടൂൾ പരിചയപ്പെട്ടു, ഫോട്ടോസ് കൊണ്ടുവരാം. മറ്റ് പ്ലസ് ചിഹ്നത്തിൽ കിടക്കുന്ന ഓപ്ഷൻസുകൾ എല്ലാം കണ്ടു. ഈ രീതിയിൽ നമുക്ക് ഗൂഗിൾ മീറ്റ് സമയത്ത് മൊബൈലിൽ ആണ് ഗൂഗിൾ മീറ്റ് എടുക്കുന്നതെങ്കിൽ ജാംബോർഡ് ഈ രീതിയിൽ പ്രയോജനപ്പെടുത്താം. മൊബൈലിൽ ജാംബോർഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാൽ മതി. തിരികെ ഷെയർ ഓപ്ഷൻ മാറ്റുക, മീറ്റിൽ വരിക, കുട്ടികളുമായി ഡയറക്റ്റ് പഠിപ്പിക്കുക. മൊബൈലിൽ കൂടി ഗൂഗിൾ മീറ്റ് ക്ലാസ് കണ്ടക്ട് ചെയ്യുമ്പോൾ പ്രയോജനപ്പെടുത്താൻ ഏറ്റവും യോജിച്ച ആപ്പ് എന്ന് പറയുന്നത് വൈറ്റ് ബോർഡാണ്. അതും കൂടി ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം. പ്ലേ സ്റ്റോറിൽ കയറുക. ഈ വൈറ്റ് ബോർഡ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. വൈറ്റ് ബോർഡ്, ഹാൻഡ് റൈറ്റിംഗ് ഓൺ ബ്ലാക്ക് ബോർഡ് ആൻഡ് വൈറ്റ് ബോർഡ്. ഈ ആപ്പാണ് ഏറ്റവും ഉപകാരപ്രദം. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു ബ്ലാക്ക് ബോർഡ് ലഭ്യമാണ്. ഇവിടെ ക്ലീൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. ഇതിനകത്ത് ബ്രഷ് ടൂൾ, ഇറേസർ ടൂൾ, ഇതുപോലെ ജാംബോർഡിൽ കണ്ട എല്ലാ ടൂളുകളും ഇതിൽ ലഭ്യമാണ്. ഇവ ഉപയോഗിച്ച് ഇതിനകത്ത് കൈകൊണ്ട് എഴുതാവുന്നതാണ്. ഇറേസർ ടൂൾ ഉപയോഗിച്ച് മായ്ക്കാം. ഇനി നമ്മൾ ഈ വരയ്ക്കുന്നതിൻ്റെ തിക്നെസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിന് ഇവിടെ ബ്രഷ് ടൂൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക, തിക്നെസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക, എന്നിട്ട് എഴുതുക. ഇനി ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ബോർഡ് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബ്ലാക്ക് ബോർഡ്, ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോർഡ്. ബ്രഷ് ടൂളിൻ്റെ തിക്നെസ് ആവശ്യാനുസരണം മാറ്റി ഇതേപോലെ എഴുതി
കാണിച്ച് പഠിപ്പിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് അനുയോജ്യമായ ബോർഡ് ഇതിൽ നിന്നും സെലക്ട് ചെയ്യുക. ഇതാണെങ്കിൽ അക്ഷരങ്ങളും അക്കങ്ങളും എഴുതി പഠിപ്പിക്കാൻ പറ്റിയ ഗ്രിഡ് ബോർഡാണ്. ചെറിയ ക്ലാസ്സുകളിലേക്ക് അക്ഷരങ്ങൾ പഠിപ്പിക്കാനും അക്കങ്ങൾ എഴുതി പഠിപ്പിക്കാനും സ്ഥാനവില പഠിപ്പിക്കാൻ ഉതകുന്നതുമാണ്. ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് സമയത്ത് കുട്ടികൾക്ക് ഡയറക്റ്റ് ഇതേപോലെ എഴുതി സ്ഥാനവില എഴുതി സംഖ്യകൾ വായിപ്പിക്കുകയോ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കാണിച്ചു കൊടുക്കാവുന്നതാണ്. തിരിച്ച് ഗൂഗിൾ മീറ്റിൽ വരിക, ഷെയർ ഓപ്ഷൻ മാറ്റുക, കുട്ടികളുമായിട്ട് ഡയറക്റ്റ് പഠിപ്പിക്കുക. മൊബൈലിൽ ആവുമ്പോൾ ഈ ആപ്പാണ് ഏറ്റവും ഉചിതം. അനുയോജ്യമായ ബോർഡ് സെലക്ട് ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും പ്രയോജനകരമായിട്ട് ഈ ബോർഡിൽ ഉള്ളത്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഗൂഗിൾ മീറ്റിൽ ഷെയർ ചെയ്ത് എഴുതി ഗണിതം പഠിപ്പിക്കുക. എഴുതി വരച്ചു കാണിച്ച് പഠിപ്പിക്കുക. ഒരുമിച്ച് ക്ലീൻ ചെയ്യാൻ ഇവിടെ താഴെ വന്ന് ഒരുമിച്ച് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഉപകാരപ്പെട്ടു എങ്കിൽ വീഡിയോ ബാക്കി കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക. താങ്ക് യു.